ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡീനിയം ചെടികൾ നിറയെ പൂത്തു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് പോലെ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, നിറഞ്ഞ വെയിലും കിട്ടുന്ന സമയമാണ്. അപ്പോൾ 6 മണിക്കൂർ അഡീനിയം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചാൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകും. അതിൻ്റെ കൂടെ നമ്മൾക്കൊരു ചെറിയ വളങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറഞ്ഞു പൂക്കും. അപ്പോൾ ഞാൻ കാണുന്ന ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ പൂക്കൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർ കൂടെ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്രയും ഭംഗിയാണ് നമ്മൾക്ക് അഡീനിയങ്ങൾ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു അഡീനിയം പാടം തന്നെ പറയാം. അത്രയും സൗന്ദര്യത്തോടെയാണ് എല്ലാ അഡീനിയങ്ങളും നിറയെ കുലകുത്തി പൂത്ത് നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റും. അത്രയും പൂത്തിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ അത് കണ്ടോട്ടെ കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സോളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദർ പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതൊന്നും സെയിലിനുള്ളതല്ല. അപ്പോൾ നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങുന്നവർ ചോദിക്കാറുണ്ട് വാട്സപ്പിൽ വന്നിട്ട്, നിങ്ങൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ആണോ തരുന്നത് എന്ന്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സെയിലിനുള്ള പ്ലാന്റ്സുകളല്ല. ഇതെല്ലാം നമ്മൾ മദർ പ്ലാന്റ്സ് ആയിട്ട് ഷോക്ക് വെക്കുന്നതും അതുപോലെ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ കറക്റ്റ് സൈസും നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ഉള്ളതെല്ലാം നമ്മൾ വീഡിയോയ്ക്ക് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലെ ലാസ്റ്റൊക്കെ കാണിക്കുന്നത് ഫുള്ള് സെയിലിനുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ്. ഇപ്പോൾ ഒരു ബൾക്കായിട്ടുള്ളൊരു സെയിലുണ്ടായിരുന്നു ഒരു നഴ്സറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആ പ്ലാന്റ്സുകൾ മൊത്തം ഞാൻ വീഡിയോയ്ക്ക് അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊന്നും സെയിലിനുള്ളതല്ല. പിന്നെ പല റേറ്റിന് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 350 രൂപയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 4 വർഷം പ്രായമായിട്ടുള്ള നല്ല കോഡക്സൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ്. അതുപോലെ വിത്ത് ഫ്ലവറാണ്. ചില വെറൈറ്റിയിൽ ഫ്ലവർ ഇല്ലാത്തത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ മൂവിങ് ഉള്ള പ്ലാന്റ്സുകൾക്ക് ആളുകൾ ഒരുപാട് ഓർഡർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വരുന്ന കാരണം ചില പ്ലാന്റ്സുകൾക്ക് ചില വെറൈറ്റികൾ പ്ലാന്റ്സ് കുറവുള്ളതുകൊണ്ട് നമുക്ക് ഫ്ലവർ ഇല്ലാത്തത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഫ്ലവറുള്ള പ്ലാന്റ്സുകളാണ്. ഇപ്പം നമ്മൾ പുതിയത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് എന്ന് പറഞ്ഞതും അതും 4-5 വർഷം പ്രായമായ കോഡക്സിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്ലാന്റ് നല്ല സൈസ് ഉണ്ട്. അപ്പോൾ പുതിയ ഗ്രാഫ്റ്റ് ചെയ്തെന്ന് കരുതിയിട്ട് ആരും വാങ്ങാതിരിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ആ പ്ലാന്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അത് കാണിച്ചു തന്നിട്ട് തന്നെ അയച്ചു തരുള്ളൂ. പിന്നെ വരുന്നത് 1800ൻ്റെ പ്ലാന്റ് ആണ്. അത് കുറച്ച് കൂടെ വലിയ പ്ലാന്റ്സുകളാണ്. അതിൽ നിറയെ പൂക്കൾ നിറയെ കമ്പളങ്ങളൊക്കെ വന്നിട്ടുള്ള അതിൽ തിക്കായിട്ട് ഫ്ലവർ ഉള്ള പ്ലാന്റ്സുകളാണ്. അതൊരു ചതുരത്തിൽ വരുന്ന പോട്ടിലാണ് നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ പ്ലാന്റ്സിനൊക്കെ വരുന്നത് 1800 രൂപയാണ്. അപ്പോൾ ഈ ഒരു 2 സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പോട്ടടക്കം അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടടക്കം അയച്ചു തരുന്നതാണ്. അപ്പോൾ കൊറിയർ ചാർജ് കൂടുതൽ വരും. നമ്മൾ കൂടുതലും മണലാണ് ഈ പോട്ട് മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കോഡക്സിൻ്റെ സൈസും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് വെയിറ്റിനനുസരിച്ചിട്ട് ഡിഫറൻറ്റ് വരും, കൂടുതൽ വരും. അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടടക്കം അയച്ചു തരുന്നതാണ്. പക്ഷേ പോട്ടടക്കം അയക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഈ വലിയ കോഡക്സ് എന്ന് പറയുമ്പോഴും ഈ പോട്ടിൽ തിങ്ങി നിറഞ്ഞിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടിയാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ വെറുതെ കൊറിയർ ചാർജൊക്കെ ഒരുപാട് കളഞ്ഞിട്ട് ഇങ്ങനെ പോട്ടടക്കം വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പോട്ട് ചെയ്യേണ്ട രീതി. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി അതുപോലെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കുറച്ച് നേരം കുറച്ച് ദിവസം തണലിൽ വെക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. നമ്മൾ റീപോർട്ടിംഗ് വീഡിയോ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് അതുപോലെ പോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 6 മണിക്കൂർ വെയിൽ നേരിട്ടിട്ട്, ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയാൽ പോട്ട് ചെയ്തിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് നല്ല വെയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും അങ്ങനത്തെ പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. ഡ്രൈ ആക്കിയിട്ടല്ല അയക്കുന്നത്. പ്ലാന്റ് പോട്ടിൽ നിന്ന് പറിച്ചെടുത്ത ഉടനെ തന്നെയാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ തണൽ കൊള്ളിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് പോട്ട് ചെയ്ത് 6 മണിക്കൂർ വെയിൽ തട്ടുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ട് ഡെയിലി നനച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലീഫ് യെല്ലോ കളറായി വീഴുന്ന പ്രശ്നമോ ഈ പൂക്കളോട് കൂടി അയക്കുമ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം ഒന്നും തന്നെ വരുന്നില്ല.
ഏജ് കൂടുതലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാം വൈറ്റ് ഷെയ്ഡിലേക്ക് മാറിയിട്ടാണ് ഇതിൻ്റെ കോഡക്സും പ്ലാന്റിൻ്റെ കമ്പൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റിൽ നോക്കിയാൽ അറിയാം അതിൻ്റെ പ്ലാന്റ്സും കോഡക്സും ഒക്കെ ഗ്രീൻ കളറായിട്ടാണ് വരിക. അപ്പോൾ അത്രയും ഏജ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വെള്ളം തട്ടിയാലോ നമ്മുടെ വളങ്ങൾ തട്ടിയാലോ ഒന്നും കോഡക്സിന് ബാധിക്കില്ല. കാരണം അതിൻ്റെ കേടെല്ലാം തീർന്ന് അത്രയും മദർ പ്ലാന്റ്സ് ആയി വന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നേരിട്ട് വെയിലിൽ വെച്ചിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളെ അടുത്ത് സെയിലിനായിട്ടുള്ളത് 80 വെറൈറ്റീസാണ്. ഇനി മുമ്പ് 85 വെറൈറ്റീസിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നും സോൾഡ് ഔട്ട് ആവുന്നതിനനുസരിച്ച് നമ്മൾ കാറ്റലോഗ് ഒന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേതെങ്കിലും കാണിക്കുന്ന പ്ലാൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന നേരത്ത് നമ്മൾ കാറ്റലോഗ് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു 1.5 മാസം കൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് അത് റെഡിയാക്കിയിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പ്ലാൻസുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ ആർക്കും വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ കൂടെ ഉണ്ട് നമ്മുടെ നമ്പറിലേക്ക്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും വാട്സപ്പ് ചെയ്താൽ മതി. ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയം നോക്കിയിട്ട് എല്ലാ മെസ്സേജിനും റിപ്ലൈ അന്ന് തന്നെ തരുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർ മാത്രം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. അല്ലാത്തവരൊക്കെ കഴിയുന്നതും മെസ്സേജ് അയയ്ക്കുക, ഒരു ഹായ് വിട്ടാൽ മതി. നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ് ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ ഞാൻ അഡീനിയം, ഓർക്കിഡ്, ആന്തോറിയം, അങ്ങനെ വിങ്ക, അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹായ് വിടുമ്പോൾ എനിക്ക് ഏത് പ്ലാന്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഹായ് വിട്ടിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് അതും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ കോൾ ചെയ്യരുത്, കഴിയുന്നതും കോൾ ചെയ്യരുത്. കാരണം ഒരുപാട് ആൾ പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നിങ്ങളോട് കോൾ ചെയ്യരുതെന്ന് പറയുന്നത്. മെസ്സേജ് ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന് റിപ്ലൈ തരാവുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാൻസോളാണ് 1800 രൂപയുടേത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓൺലൈനിൽ മാത്രമായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പ്ലാന്റ്സുകൾ നമ്മൾ അയച്ചു തരുന്നതാണ്. അതിപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും അയച്ചു തരുന്നതാണ്. ഇനിയിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് നന്നാവില്ല, അവിടെ എത്തുമ്പോൾ മോശമാവോ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് അയച്ചു തരാം, അങ്ങനെയൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലത്തെ പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ അയച്ചു തരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും, അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നല്ല പ്ലാന്റ് കാണിച്ചിട്ട് ആകാത്ത മോശം പ്ലാന്റ് അയച്ചു തരാം, അങ്ങനത്തെ ഒന്നും പ്രശ്നം വരില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ എന്നും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എന്ത് സംശയങ്ങൾക്കും നമ്മൾ അപ്പോൾ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ അയച്ചു തരും. മിനിമം 3 പ്ലാന്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് എന്ത് വള കൊടുക്കാമെന്ന് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും വീഡിയോ മുഴുവനായിട്ട് കാണുന്നില്ല. എന്നിട്ട് അവർ സംശയങ്ങൾ പ്ലാന്റ് വാങ്ങുമ്പോൾ ചോദിക്കുകയാണ്. അതുപോലെ വീഡിയോ പോട്ടിങ്ങിൻ്റെ രീതി ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, അത് പോയി കാണാം. അതുപോലെ വളങ്ങൾ കൊടുക്കേണ്ടതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവർ അത് പോയി കാണാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരേ വളങ്ങൾ തന്നെ കൊടുക്കാതെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് മിറാക്കിൾ 13-0-45 NPK പി കൂടുതലുള്ളതും നിങ്ങൾക്ക് വാങ്ങിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അഡീനിയത്തിൻ്റെ മാത്രമായിട്ട് ബൂസ്റ്റർ വരുന്നുണ്ട് ഫ്ലവറിങ്ങിൻ്റെ. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് കൊടുക്കുമ്പോഴും നിങ്ങൾ കോഡക്സിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ 6 മണിക്കൂർ തീർച്ചയായിട്ടും വെയിൽ കൊണ്ടാൽ തന്നെ ഒരുവിധം കേടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് വളങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എപ്പോഴും നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ പ്ലാന്റിന് വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് പോട്ടി മിക്സും പ്ലാന്റും നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് വേണം വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൊടുക്കുന്ന സമയം നമ്മൾ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ വളം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കൂടുതൽ ലീഫുകൾ ഇങ്ങനെ യെല്ലോ കളറായി വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഡെയിലി നനച്ചു കൊടുക്കണം. അപ്പോൾ ദിവസം നനയ്ക്കാത്തവർ തീർച്ചയായിട്ടും വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമായിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ എല്ലാ പ്ലാൻസുകളും ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. സെയിലിനുള്ള പ്ലാൻസുകളും അതുപോലെ നമ്മുടെ വില കൂടുതലായിട്ട് റേറ്റ് കൂടുതലുള്ള പ്ലാൻസുകളും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ മദർ പ്ലാൻസുകളും. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടാലേ ഇനി ബാക്കിയുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയുടെ പ്ലാന്റിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ ഓർഡർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക.